പരമ്പരാഗത കോൺഗ്രസ് മണ്ഡലമാണ് മാവേലിക്കര. ചരിത്രം പരിശോധിച്ചാൽ രണ്ട് തവണ മാത്രമാണ് മാവേലിക്കര ഇടത്തോട്ട് ചാഞ്ഞിട്ടുള്ളത്. 1962 മണ്ഡലം രൂപീകൃതമായത്. ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് നടന്ന 1951 കൊല്ലം മാവേലിക്കര എന്ന പേരിലായിരുന്നു മണ്ഡലം. 1962 മാവേലിക്കര എന്ന പേരിൽ മണ്ഡലം രൂപം കൊള്ളുന്നത്. 1967 തിരുവല്ല മണ്ഡലം ഇല്ലാതായപ്പോൾ വീണ്ടും രൂപം മാറി. പിന്നെ 2008 പുനർനിർണയത്തിൽ വീണ്ടും രൂപമാറ്റം. അടൂർ, ആലപ്പുഴ, കൊല്ലം, കോട്ടയം എന്നീ 3 ജില്ലകളിലായി പരന്നു കിടക്കുന്നതാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലം. തെക്ക് കൊല്ലം അച്ചൻകോവിൽത്തുറ പാലം മുതൽ തുടങ്ങുന്ന മണ്ഡലം കോട്ടയം ചങ്ങനാശ്ശേരി വഴി ആലപ്പുഴ കുട്ടനാട് വരെ പരന്നു കിടക്കുകയാണ്. 2019 മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയാണ് മാവേലിക്കരക്കാർ കൊടിക്കുന്നിൽ സുരേഷിനെ മൂന്നാമതും പാർലമെന്റിലേക്ക് അയച്ചത്. 61,138 വോട്ടുകളുടെ വ്യത്യാസത്തിൽ CPIയുടെ ചിറ്റയം ഗോപകുമാറിനെയാണ് കൊടിക്കുന്നിൽ തോൽപ്പിച്ചത്. 45.4% വോട്ട് കോൺഗ്രസിന് ലഭിച്ചപ്പോൾ CPIയുടെ വോട്ട് വിഹിതത്തിൽ വൻ ഇടിവാണ് നേരിട്ടത്. 39.1% വോട്ടുകൾ മാത്രമാണ് ചിറ്റയത്തിന് ലഭിച്ചത്. NDA മുന്നണിക്കായി മത്സരിച്ച BDJS സ്ഥാനാർത്ഥി തഴവ സഹദേവൻ 1,00,000-ലധികം വോട്ട് നേടി സാന്നിധ്യം ശ്രദ്ധേയമാക്കി. മറ്റ് മണ്ഡലങ്ങളിലേതുപോലെ ഓരോ തെരഞ്ഞെടുപ്പിലും BJPയുടെ വളർച്ച ഇവിടെയും വ്യക്തമാണ്. 2014 യുവമോർച്ച നേതാവായ സുധീർ മണ്ഡലത്തിൽ 8.97% വോട്ടുകളാണ് നേടിയത്. മുൻ വർഷത്തേക്കാൾ 3.87 വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. 2019 NDA സഖ്യകക്ഷിയായ BDJSനെയാണ് സീറ്റ് നൽകിയത്. തഴവ സഹദേവൻ 1,33,546 വോട്ടുകളാണ് നേടിയത്. BJPയുടെ വോട്ട് വിഹിതം വീണ്ടും 13.75% ഉയർന്നു. ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച പ്രകടനം പുറത്തെടുക്കാനാകുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പല വമ്പൻ നേതാക്കളെയും അടിത്തെറ്റിച്ച ചരിത്രം യുവ നേതാക്കൾക്കുണ്ട്. ഇത്തവണ മണ്ഡലം ചുവക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. LDFന് മേൽക്കെയുള്ള നിയമസഭാ മണ്ഡലങ്ങളുടെ കരുത്ത് ലോക്സഭയിൽ തങ്ങളെ തുണയ്ക്കുമെന്ന വിശ്വാസം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്നുമാണ് അവരുടെ വാദം. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വിജയിക്കുമെന്ന വിലയിരുത്തലുമായി ഇപ്പോൾ UDF രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നാൽ ഭൂരിപക്ഷം കുറയും. ഇക്കുറി 48,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരിക്കും ലഭിക്കുക എന്നാണ് UDF തെരഞ്ഞെടുപ്പ് സമിതിയുടെ നിഗമനം. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേർന്നിരുന്നു. യോഗത്തിൽ 7 നിയോജക മണ്ഡല കമ്മിറ്റികൾ കൈമാറിയ റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷമാണ് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,138 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു കൊടിക്കുന്നിൽ വിജയിച്ചത്. ചങ്ങനാശ്ശേരി മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 17,000 മുതൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചേക്കും. മാവേലിക്കരയിൽ വോട്ട് കുത്തിനെ കുറയും. 500 മുതൽ 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമായിരിക്കും ലഭിക്കുക. പത്തനാപുരം 10,000, കൊട്ടാരക്കര 2,000 മുതൽ 3,000, കുന്നത്തൂർ 7,000 മുതൽ 10,000 വരെ, കുട്ടനാട് 5,000, ചെങ്ങന്നൂർ 8,000 എന്നിങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിൽ പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം. ഇത്തവണ പോളിംഗ് കുറഞ്ഞതിൽ ആശങ്കപ്പെടേണ്ട എന്നും CPMന്റെയും BJPയുടെയും അനുഭാവികളാണ് വോട്ട് ചെയ്യാൻ എത്താതിരുന്നതെന്നുമാണ് സമിതി വിലയിരുത്തൽ. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെയുള്ള വിദേശത്തുള്ളവർ കൂടുതലായി എത്താതിരുന്നതാണ് പോളിംഗ് കുറയാൻ കാരണമെന്നും സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പഴുതടച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വിജയം കാണുമെന്നും സമിതി വിലയിരുത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4,40,415 വോട്ടായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് നേടിയത്. അന്ന് CPMന് വേണ്ടി കളത്തിലിറങ്ങിയ ചിറ്റയം ഗോപകുമാറിന് 3,79,277 വോട്ടുകളാണ് ലഭിച്ചത്. NDA പാളയത്തിൽ നിന്നും BDJSനായി മത്സരിച്ച തഴവ സഹദേവൻ 1,33,546 വോട്ടുകൾ നേടിയിരുന്നു. 2014 32,737 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കൊടിക്കുന്നിലിന് ലഭിച്ചത്.